റിപ്പോർട്ട് കാണാം. നമ്മൾ ഇടവേളയിലേക്ക് പോകും മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മളോടൊപ്പം പുലർവേളയിൽ ഒരു അതിഥിയുണ്ട്. അതിഥിയുമായി സംബന്ധിച്ച ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. ഇന്ന് ലോക ഭിന്നശേഷി ദിനം. രോഗികളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഡോക്ടറെയാണ് ഈ ദിനത്തിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വൈകല്യം തന്റെ ജീവിതത്തിന് കൂടുതൽ ശോഭ പകർന്നത് അഭിമാനത്തോടെ പറയുന്നു ഒരു ഡോക്ടർ. റോഡിൽ കയറിക്കാണ് ഫസ്റ്റ് ലെഫ്റ്റ് എൻഡാണ് കേട്ടോ. ശരി. രോഗികളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ഡോക്ടർ എന്ന് കേൾക്കുമ്പോൾ തപാലിലൂടെ ചികിത്സ എന്ന് തെറ്റിദ്ധരിക്കരുത്. ആലുവ ഇടയപ്പുറം സ്വദേശി അൻസാർ എന്ന റിഫ്ലക്സോളജി ഡോക്ടർ വികലാംഗ ദിനത്തിലും വലിയ തിരക്കിലാണ്. കാര്യമായിട്ടുള്ള അസുഖങ്ങൾ കാണുന്ന വളരെ കുറവായിട്ടുണ്ട്. ഇപ്പൊ ഒരല്പം കാണുന്നത് നെക്കിന് കുറച്ച് സ്ട്രെയിൻ കാണുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കഫക്കെട്ട് കാണുന്നുണ്ട്, ചില ദഹന സംബന്ധമായ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് ഇതൊന്നും കാണാനില്ല കേട്ടാ. 2006 അൻസാറിന് മുന്നിൽ നിറങ്ങൾ മാഞ്ഞത്. ആരും പതറിപ്പോകുന്ന സാഹചര്യം. പഠിച്ച പണി ഈ ചെറുപ്പക്കാരന് ധൈര്യം പകർന്നു. റിഫ്ലക്സോളജി എന്നാൽ പാദമർമ്മ ചികിത്സ എന്ന് വ്യാഖ്യാനിക്കാം. കാഴ്ച നഷ്ടപ്പെട്ട് 6 മാസം തികയും മുമ്പേ കൊച്ചിയിലെ പ്രമുഖ സ്ഥാപനത്തിൽ ഡോക്ടർ ജോലിയിൽ പ്രവേശിച്ചു. എല്ലാം നല്ലതിനായിരുന്നുവെന്ന് അൻസാർ. ഇപ്പോൾ ഞാൻ കരുതുന്നത് ഒരു പക്ഷേ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് സർവശക്തൻ എന്നെ അങ്ങനെ ആക്കിയെന്നാണ്, മറ്റുള്ളവർക്കൊരു ആശ്വാസം ലഭിക്കാൻ വേണ്ടി. വൈറ്റിലയ്ക്കടുത്ത് പൊന്നുരുന്നിയിൽ ഹീലിംഗ് ടച്ചിലേക്ക് ചികിത്സ തേടിയെത്തുന്നവരുടെ നിര നീളുകയാണ്. എല്ലാം കാണാവുന്ന ഡോക്ടർമാർ മടക്കി അയച്ച രോഗികൾ പറയുന്നു കണ്ണിലല്ല കാര്യമെന്ന്. അന്ന് മുതൽ ഞാൻ തിരുമലിൽ വന്നു. ഫസ്റ്റ് ഡേ ഇറ്റ്സെൽഫ്, ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആ രാത്രി വളരെ സുഖമായിട്ട് ഇറങ്ങി. സ്കാനിംഗ് മെഷീൻ വിരൽത്തുമ്പിൽ ഒളിപ്പിച്ചവൻ ഒരുപാട് പേർക്ക് പകരുന്നത് ആശ്വാസം. നിറം മങ്ങാത്ത അറിവും പിഴയ്ക്കാത്ത നിഗമനങ്ങളുമാണല്ലോ ഒരു മികച്ച ഡോക്ടറുടെ മൂലധനവും. മനോരമ ന്യൂസ്, കൊച്ചി. ഡോക്ടർ അൻസാർ അതിഥിയാവുകയാണ് പുലർവേളയിൽ. ഡോക്ടർ, സ്വാഗതം പുലർവേളയിലേക്ക്. നമസ്കാരം. ഈ ഒരു പ്രത്യേക ദിനം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആത്മവീര്യം ചോരാതെ ഭിന്നശേഷിയുള്ളവർ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ പിൻബലം നൽകുന്നുണ്ട് ഈ ഒരു ദിനം. പല ഓർമ്മപ്പെടുത്തലുകളുമുണ്ട്. ആത്മവീര്യം നൽകുന്ന ദിനം. ഡോക്ടറെ സംബന്ധിച്ച് കണ്ണിന് കാഴ്ചയില്ല, പക്ഷേ തന്റെ ഫീൽഡിൽ ശോഭിച്ചു നിൽക്കുകയാണ് ഒരു ഡോക്ടർ എന്ന നിലയിൽ. എങ്ങനെയാണ് ആദ്യമായി ഒരു പ്രതികരണം എന്താണ് ഡോക്ടർ ഭാഗത്ത്? നമ്മുടെ കാഴ്ചയിലല്ല നമ്മുടെ ചികിത്സയുടെ ഇതിരിക്കുന്നത്, നമ്മുടെ മനസ്സിലാണ്. എനിക്ക് കണ്ണിന് മാത്രമാണ് അന്ധത ബാധിച്ചിട്ടുള്ളൂ, എന്നാൽ എൻ്റെ മനസ്സ് പൂർണ്ണമായും ഉണർന്നാണ് ഇരിക്കുന്നത്. എൻ്റെ അന്ധതയെ ഞാൻ ഈ മരുന്നുകളില്ലാത്ത ഈ ചികിത്സയിലൂടെ അതിജീവിക്കാൻ നോക്കുകയാണ്. അത് തന്നെയാണ് എൻ്റെ ബലം. മാത്രമല്ല, എൻ്റെ അടുത്ത് വന്ന് രോഗങ്ങൾക്ക് ആശ്വാസം കിട്ടിയ രോഗികളുടെ പ്രാർത്ഥനയും കൂടിയാണ് ഇപ്പോൾ എൻ്റെ ആശ്വാസം. ഏത് ഘട്ടത്തിലാണ് ഈ ഒരു കാഴ്ച നഷ്ടപ്പെടുന്നത്? എത്രാമത്തെ വയസ്സിൽ? അതെങ്ങനെയായിരുന്നു? എൻ്റെ 26ാമത്തെ വയസ്സിലാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നത്. എനിക്ക് വളരെ കാലമായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായി. യാത്ര ചെയ്യുമ്പോൾ എല്ലാം കണ്ണ് ചുവന്നിരിക്കുക, കണ്ണിൽ നിന്ന് വെള്ളം വരിക, അതിനെല്ലാം ചികിത്സ തേടിയിരുന്നു. അങ്ങനെ കണ്ണിലൊഴിച്ച മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം ഗ്ലോക്കോമ എന്ന അസുഖം വന്ന് അതിലൂടെയാണ് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. ഒരു സ്വാഭാവികമായി കുറച്ച് ദിവസം കൊണ്ട് കാഴ്ച നഷ്ടപ്പെടുകയായിരുന്നു, അതോ പെട്ടെന്നൊരു ദിവസം? ആദ്യം എനിക്ക് കുറച്ച് കാഴ്ച നഷ്ടപ്പെട്ടു. ബാക്കി എനിക്ക് കണ്ണടയിൽ പരിഹരിക്കാമായിരുന്നു. അത്യാവശ്യം വണ്ടി ഓടിക്കാമായിരുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ യോഗ പഠിക്കാൻ പോയി. യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ലൈറ്റ് അണച്ച് കിടന്നതാണ്. നേരം വെളുത്തണിച്ചപ്പോൾ എനിക്ക് കാഴ്ചയില്ലാത്ത അവസ്ഥയിലാണ് ആയത്. അല്ല, തലേ ദിവസം വരെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ദിവസം കാഴ്ചയില്ലാതാവുക എന്ന് പറയുമ്പോൾ ജന്മന അന്ധത ഉള്ള ഒരാളുടെ കാര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത്രയും കാഴ്ചകൾ കണ്ട് നടന്നിരുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാണാവുന്ന ഒരാൾ പെട്ടെന്ന് കാഴ്ച നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം ജീവിതം മൊത്തം സീറോയ അവസ്ഥ. ഇപ്പോൾ എല്ലാവർക്കും വേണമെങ്കിൽ ഊഹിക്കാൻ പറ്റും. മറ്റേ ഗുരു സിനിമയിൽ മോഹൻലാലിൻ്റെ ആക്ടിങ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അവർ കാഴ്ചയില്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആണ് ഈ എല്ലാ ആളുകളുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഒരു കാഴ്ചയുള്ള ഒരാൾക്ക് കാഴ്ചയില്ലാത്ത ഒരാളിനെ കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു നിമിഷം അവർ കണ്ണ് കെട്ടിയൊന്ന് നടന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്. അപ്പോൾ ജീവിതകാലം മൊത്തം എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, സർവശക്തൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് വീണ്ടും കാഴ്ചയല്ല, എനിക്ക് ഉൾക്കാഴ്ചയിലൂടെ
എനിക്ക് എൻ്റെ ജീവിതം തിരിച്ചു കിട്ടുകയാണ് ചെയ്തത്. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലുള്ള പഠനം? ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുന്നു, അതിലൊരു ഡോക്ടറേറ്റ് എടുക്കുന്നു, എങ്ങനെയായിരുന്നു അതിൻ്റെ മറ്റു കാര്യങ്ങൾ? ഓക്കെ, ഞാൻ ശരിക്കും പറഞ്ഞ കാഴ്ച ഉള്ള സമയത്താണ് ഇതെല്ലാം പഠിച്ചത്. ഞാൻ ടെർണർ ഫിറ്ററായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. പക്ഷേ എനിക്ക് പൊടി കണ്ണിൽ പോയ ചെറിയ അലർജി മൂലം ഞാൻ ആ ഫീൽഡ് ഉപേക്ഷിച്ചു. ഞാൻ ബോബിൽ ഫിസിയോതെറാപ്പി പഠിക്കാൻ പോയി. അവിടെ വെച്ചാണ് ഞാൻ ഈ റിഫ്ലെക്സോളജി ഓൾട്ടർനേറ്റീവ് മെഡിസിനും പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദൈവം എന്നെ ആ ലെവലിലേക്ക് തിരിച്ചു വിട്ടതാണെന്നാണ്. കാരണം ഇപ്പോൾ ടെർണർ ഫിറ്ററായിട്ടാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാഴ്ച നഷ്ടപ്പെട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കാഴ്ച പോകുന്നതിന് മുമ്പ് ചികിത്സിച്ച ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ എന്നെ സമീപിച്ചത്. ആ കുട്ടി പാരലൈസായി കിടന്നതായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ആശ്വാസം ലഭിച്ചു. അപ്പോൾ സാറ് തന്നെ വീണ്ടും നോക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് അന്നുണ്ടായില്ല. അപ്പോൾ ഞാൻ അവിടെ മടക്കി അയച്ചെങ്കിലും അവർ പോയതിന് ശേഷം ഞാൻ വീണ്ടും ചിന്തിച്ചു, എന്തുകൊണ്ട് പറ്റിക്കൂടാ എന്ന് കൂടുതൽ ചിന്തിച്ചു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയും ബന്ധുക്കളുടെ എല്ലാം സഹായത്തിൽ ഞാൻ വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ എറണാകുളത്ത് എൻ്റെ പഴയ ക്ലയൻസുള്ള മറ്റേ ജോസ് ഇലക്ട്രിക്കൽസ് MD അദ്ദേഹത്തിനെ ഞാൻ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കാലിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് അൻസാറിന് കാഴ്ചയില്ലാതെ ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, പഴയതിനേക്കാളും അതുപോലെ തന്നെ ഉണ്ട്, ഒട്ടും ക്വാളിറ്റി കുറവില്ല. അങ്ങനെ എനിക്ക് കൂടുതൽ മനസ്സിന് കൂടുതൽ ഉണർവ് കിട്ടുകയും വീണ്ടും ഈ മേഖലയിലേക്ക്, അതിലൂടെയാണ് ഞാൻ വീണ്ടും മേഖലയിലേക്ക് ഇറങ്ങി തുടങ്ങി. എനിക്ക് തോന്നുന്നു കൂടുതൽ ആധുനിക ഉപകരണങ്ങളോ അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോട് അനുബന്ധിച്ചു പോകുന്ന ഉപകരണങ്ങളൊന്നും കൂടുതലായി ഇതിന് ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഈ ഒരു ചികിത്സാ രീതിക്ക് അല്ലെ? സ്പർശനം എങ്ങനെയാണ് അതിന്റെ ഒരു ചികിത്സാ രീതി സമ്പ്രദായം എങ്ങനെയാണ്? സാധാരണ രീതിയിൽ ഈ മരുന്നുകളില്ലാത്ത ചികിത്സ എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റിന് അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ 12 വർഷത്തോളം ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് ഒരു രോഗി വരുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് രോഗിയുടെ അസുഖങ്ങൾ കാര്യമായിട്ട് ചോദിക്കാറില്ല. പകരം ഞാൻ അവരുടെ കാൽപാദങ്ങളിൽ സ്പർശിച്ച് അവരുടെ രോഗങ്ങൾ കൂടുതൽ അങ്ങോട്ട് പറയലാണ് പതിവ്. അതെനിക്ക് സാധിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു 20% അസുഖം ബാധിച്ചതിന് ശേഷമാണ് ഒരു വ്യക്തി അറിഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ വേദന തുടങ്ങിയതിന് ശേഷമാണ് മിക്ക രോഗികളും ഡോക്ടറിനെ സമീപിക്കുന്നത്. അപ്പോഴേക്കും ഒരു 60-70% മേളിൽ രോഗം ബാധിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മളുടെ ഈ ടെക്നിക്ക് അനുസരിച്ച് 1% വന്നാൽ തന്നെ നമുക്കറിയാൻ കഴിയും. അതെങ്ങനെയെന്നാൽ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളും പുറപ്പെടുന്നത് തലേന്നാണ്. ഓരോ അവയവത്തിനെ ബന്ധപ്പെട്ട് അതിൻ്റെ എൻഡിങ് പോയിന്റ് കാൽപാദത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രത്യേക ബിന്ദുവിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് ഇത്ര മാത്രമാണ്, ഏത് ഓർഗനാണോ പ്രവർത്തനം മോശമായത് എന്ന് കണ്ടുപിടിച്ച് ആ ഓർഗന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊക്കെ രോഗങ്ങൾക്ക് ഈ ചികിത്സാ വിധി ഫലപ്രദമാകുന്നുണ്ട്? സാധാരണ രീതിയിൽ വേദന സംബന്ധമായ അസുഖങ്ങൾക്ക് പെട്ടെന്ന് ആശ്വാസം ലഭിക്കും. കാരണം വേദന കുറഞ്ഞാലാണ് പെട്ടെന്ന് രോഗികൾക്ക് അറിയാം. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഇത്രയും കാലം എനിക്ക് തോന്നുന്നു മൈഗ്രെയിൻ കേസിന് വന്ന ഒരു കേസ് പോലും ഫെയിലായിട്ടില്ല എന്നാണ് അറിവ്. മാത്രമല്ല ആശ്വാസം ഉറപ്പാണ്. ഏതായാലും മൈഗ്രെയിൻ കേസിന് 100% തന്നെ റിസൾട്ട് ഇത്രയും നാളായിട്ട് കാണാനുണ്ട്. മാത്രമല്ല നടുവേദന, കഴുത്ത് വേദന, കാൽമുട്ട് വേദന, അതുപോലെ തന്നെ വയറ് സംബന്ധമായ അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, മസ്തിഷ്ക സംബന്ധമായ അസുഖങ്ങൾ, ഇതിനെല്ലാം വളരെ ഫലപ്രദമായി കാണുന്നുണ്ട്. അതായത് ഓട്ടിസം, MR കുട്ടികൾക്ക്, പാർക്കിൻസൺ ഡിസീസിനൊക്കെ വളരെ ഫലവത്തായി കാണുന്നുണ്ട്. രോഗത്തിൽ നിന്നും മുക്തി നേടാൻ എത്ര ദിവസങ്ങളാണ് എടുക്കുക കുറഞ്ഞത്? അത് ഓരോരുത്തരുടെയും എഫക്റ്റ് ഏത് സ്റ്റേജിലാണെന്ന് നോക്കിയിട്ട് വേണം. അത് രോഗത്തിന് ആശ്വാസം ഉറപ്പാണ്. പിന്നെ ഓരോരുത്തരെ എത്രമാത്രം അവർക്ക് ആ അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നുള്ള അതിനനുസരിച്ചായിരിക്കും അവരുടെ ആശ്വാസം വരിക. കിടത്തി ചികിത്സയാണോ അതോ ഓരോ ദിവസവും വന്നു പോയി തെറാപ്പി മോഡലുള്ള ചികിത്സയാണ്. നമ്മൾ സ്പർശനത്തിലൂടെയാണ് ഈ ചികിത്സിക്കുന്നത്. ഇത് WHO എല്ലാം അംഗീകാരമുള്ളതാണ്. വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് വിദേശ രാജ്യങ്ങൾ, ഇപ്പൊ ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, അതുപോലെ തന്നെ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇത് ഔദ്യോഗിക ചികിത്സയാണ്. അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലും
ഒരു 60% മേളിൽ ആളുകളും ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ് ഫോളോ ചെയ്യുന്നത്. മിക്ക ഹോസ്പിറ്റലുകളിലും ഇത് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഓൾട്ടർനേറ്റീവ് തെറാപ്പി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്നല്ല, നമുക്ക് നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അടുത്ത് തന്നെ എനിക്ക് നമ്മുടെ ഈ സർവീസ് കിംസ് ഹോസ്പിറ്റലിലും ലഭ്യമാകുന്നതാണ്. ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ ഒന്ന് പ്രാഥമികമായി ചോദിച്ചറിയുകയായിരുന്നു ഡോക്ടർ. അതിൽ എങ്ങനെ വിജയിച്ചു നിൽക്കുന്നു എന്ന് അറിയാൻ വേണ്ടി കൂടുതലായാൽ ഡോക്ടറോട് ചോദിക്കാൻ പങ്ക്തി പോലെ ഒരു പക്ഷേ ആയിപ്പോയേക്കും. ഞാൻ ഉദ്ദേശിച്ചത് അതിൽ മേലെയാണ് ഇപ്പോൾ ഡോക്ടറുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ണ് കാണാതിരിക്കുന്ന ഒരാൾക്ക്, ജന്മനാ അന്ധനായ ഒരാൾക്ക് ഇത്തരത്തിലൊരു മേഖലയിലേക്ക് എത്താൻ കഴിയുമോ? അപ്പം ഡോക്ടർ ഇപ്പോൾ അത് പഠിച്ച് അതിനുശേഷമാണ് കണ്ണിന് കാഴ്ച പോയത്. അപ്പോൾ കൂടുതൽ നമുക്ക് അവർക്ക് ആത്മവിശ്വാസം പകരാൻ ഉതകും വിധം കണ്ണിന് കാഴ്ച ഇല്ലാത്തവർക്ക് ഈ മേഖലയിൽ പഠിച്ച് വിജയിക്കാനാകുമോ? തീർച്ചയായിട്ടും. നമ്മുടെ വൈകല്യത്തെ ഓർത്ത് നാം നിരാശപ്പെട്ടിരിക്കാതെ കഠിനാധ്വാനത്തിലൂടെയും ഒപ്പം ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നാം ആരിലും പിന്നിലല്ല എന്ന് എനിക്ക് എൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കാൻ പറ്റി. ഇപ്പോൾ കാഴ്ചയില്ലാത്ത അല്ല മറ്റു വൈകല്യമുള്ള എല്ലാ എൻ്റെ സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ള കാര്യവും അതുതന്നെയാണ്. നമ്മുടെ വൈകല്യത്തെ ഓർത്ത് നിരാശപ്പെടേണ്ട. നമ്മൾ കഠിനാധ്വാനത്തിലൂടെ നമുക്ക് എന്ത് നേടാൻ പറ്റും. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ള സന്ദേശം ഈ വികലാംഗ ദിനത്തിൽ. അൻസാറിന് ഇങ്ങനെ ഒരു ഘട്ടം ജീവിതത്തിലേക്ക് വന്നപ്പോൾ ആരാണ് കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതും? പ്രധാനമായിട്ടും എൻ്റെ കുടുംബക്കാരും സുഹൃത്തുക്കളും നാട്ടുകാരും എല്ലാം എനിക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ടിനുണ്ടായി. പിന്നെ 2, കാഴ്ച ഇല്ല എന്ന് ഞാൻ എൻ്റെ മനസ്സിനെ അക്സെപ്റ്റ് ചെയ്തു. അതാണ് ആദ്യത്തെ കാര്യം. കാഴ്ച ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പിന്നീടുള്ള ചിന്ത. അത്രയും നാൾ കാഴ്ച വെച്ചിട്ട് ഉള്ള ചിന്തയിലാണ് നമുക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത് ഇപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം കാഴ്ച ഇല്ലാതെ തന്നെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയോ, അതോ പഴയതുപോലെ തന്നെ ഇപ്പോഴും തുടരുന്നു? ജീവിത സാഹചര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയോ? ഇല്ല, പഴയതുപോലെ തന്നെയാണ് ജീവിത സാഹചര്യം. കാരണം ആ കാഴ്ച ഉള്ളപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ അനുകരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല കുറവുകളുണ്ട്. കാഴ്ചക്കുറവ് വലിയ കുറവ് തന്നെയാണ്. എന്നാൽ മറ്റുള്ള കാര്യങ്ങൾ വെച്ച് ഞാനത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു വൈകല്യമുള്ളവർക്ക് അതിനാണല്ലോ ഭിന്നശേഷി എന്ന് തന്നെ പറയാം. മറ്റൊരു വിധത്തിൽ അവർക്ക് വിജയിച്ചു നിൽക്കാൻ കഴിയും, എക്സൽ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ കലാപരമായോ മറ്റ് കഴിവുകളൊക്കെ ഉണ്ടാവും, സാഹിത്യപരമായി ഒക്കെ തന്നെ. അപ്പോൾ അൻസാറിന്റെ കാര്യത്തിൽ അങ്ങനെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ ഉണ്ടോ? ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് അതാണ്. എനിക്ക് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല. എന്നാലും എല്ലാ മനുഷ്യർക്കും കഴിവുണ്ട്, അവരത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ തന്നെ നമ്മൾ ശ്രമിച്ചാൽ അറിയാം, നമ്മുടെ വീട്ടിലെ ഫോൺ നമ്പർ പോലും നമുക്ക് കാണാതറിയില്ല. ആരെങ്കിലും വീട്ടിലെ ഫോൺ നമ്പർ വെച്ചാൽ തന്നെ അപ്പം തന്നെ മൊബൈലെടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് ടെക്നോളജിയിൽ കൂടുതൽ നമുക്ക് യൂസ്ഡ് ആയിട്ട് വരുമ്പോൾ നമ്മളുടെ ബ്രെയിൻ പരമാവധി ഉപയോഗിക്കില്ല, അതായത് സെൻസറീസ് ഉപയോഗിക്കില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ഒരു സെൻസറി പോയി. അപ്പോൾ മറ്റുള്ള സെൻസേഷൻ വെച്ച് ഞാനത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റുള്ളവരുടെ കണ്ണിൽ അത് എൻ്റെ അധിക കഴിവാണെന്ന് തോന്നിയാലും എനിക്ക് അങ്ങനെ ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഒരു മെഡിക്കൽ സയൻസിനെ ഏതെങ്കിലും തരത്തിൽ പഠിക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി മരുന്ന് ഉപയോഗിച്ച് കണ്ണിന് കാഴ്ച പോവുക, അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, ആഫ്റ്റർ എഫക്റ്റ് അങ്ങനെ ഉണ്ടായി ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു. മെഡിക്കൽ സയൻസിലും ഇത്തരത്തിലുള്ള ചില പിഴവുകൾ പറ്റും അല്ലേ? ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിക്കില്ല. കാരണം ആ ഡോക്ടർ എന്നെ നല്ല രീതിയിൽ തന്നെയായിരിക്കും ചികിത്സിച്ചേക്കുന്നത്. ഒരു മെഡിസിൻ എനിക്ക് പറ്റിയില്ല എന്ന് വെച്ച് അത് അസുഖത്തിന് ആ ഡോക്ടർക്ക് അത് തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു പക്ഷേ ഇത് സർവശക്തന്റെ വിധി അങ്ങനെയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു പക്ഷേ എന്നെ ഈ ലെവലിലാക്കിയത് മറ്റുള്ളവർക്കൊരു ആശ്വാസം കിട്ടാനായിരിക്കും. ഇന്ന് കേരളത്തിൽ നിന്നും വെളിയിൽ നിന്നും വിദേശത്തു നിന്നടക്കം ആയിരക്കണക്കിന് രോഗികളുടെ അസുഖം നമ്മളുടെ ഈ മരുന്നുകളില്ലാത്ത ചികിത്സയിലൂടെ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വിദേശത്തു നിന്നടക്കം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥന അനുഗ്രഹമാണ് എനിക്ക് എന്നെ മുമ്പോട്ട് നടത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഞാൻ ചെയ്യുന്നത് സയൻസ് ആണെങ്കിൽ തന്നെയും സയൻസിനേക്കാളും ഉപരിയുള്ള ഒരു റിസൾട്ടാണ് അവിടെ കൊണ്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് സർവശക്തന്റെ അനുഗ്രഹം തന്നെയാണ്. അൻസാറിന്റെ അടുത്ത് ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെയൊക്കെ പ്രതികരണം എന്താണ്?
വളരെ നല്ല പ്രതികരണമാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അവർക്കൊരു അസുഖം, കാരണം അലോപ്പതി ആയുർവേദം കണ്ടുപിടിക്കണില്ല, ചികിത്സിച്ചിട്ട് മാറില്ല, അത്ര വേദന സഹിച്ചു വരുന്ന രോഗിക്ക് ഒരു ആശ്വാസം കിട്ടുമ്പോൾ തന്നെ അവരുടെ ഒരു പ്രാർത്ഥനയും അവരുടെ ഒരു സന്തോഷവാർക്കും പലപ്പോഴും എനിക്ക് എൻ്റെ കാഴ്ച ഇല്ല എന്നുള്ള സങ്കടം മറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അവസാനമായി കുടുംബത്തെ കുറിച്ച് ഒന്ന് പറയാമോ? എന്താണ് ജീവിത സാഹചര്യം? എൻ്റെ ജീവിത സാഹചര്യം, എനിക്ക് ഫാദർ ഉണ്ട്, ഒരു ബ്രദർ ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. മാത്രമല്ല എൻ്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിച്ച് വളരെ ഊർജ്ജസ്വലമായി തന്നെ മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡോക്ടർ അൻസാർ ഇവിടെ പുലർവേളയിൽ അതിഥിയായി എത്തുമ്പോൾ ഞങ്ങളും ചിലത് കരുതിയിരുന്നു. ഇതുപോലെയുള്ളവർക്ക്, ഭിന്നശേഷിയുള്ളവർക്ക് കൂടുതൽ ഉത്തേജനം നൽകുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് താങ്കളെ പുലർവേളയിലേക്ക് ക്ഷണിച്ചത്. എന്തായാലും അത്തരത്തിലൊരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നമ്മൾ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിൽ എന്ന് കരുതുകയാണ്. വളരെ നന്ദി പുലർവേളയിൽ അതിഥിയായി എത്തിയതിന്. ശരി, സന്തോഷം. ഓക്കെ, താങ്ക് യു.